സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും പി.സി. ജോർജിനുമെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. കെ.ടി. ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് ബി.വി. അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ടോം, സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനും പങ്കുണ്ട്, വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. എന്നാൽ ഇതിനെതിരെ ഈ ആരോപണം ഉന്നയിക്കാൻ ചില ഗൂഢാലോചനകൾ പുറത്തുനിന്ന് നടന്നു എന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നു വന്നത്. ഇതിൽ കേസിലെ സോളാർ കേസിലെ പ്രതിയും പി.സി. ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇതിന് തെളിവായി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗൂഢാലോചന നടന്നതിന് തെളിവായി അന്ന് കെ.ടി. ജലീൽ, പരാതിക്കാരനായ കെ.ടി. ജലീൽ എന്ന പോലീസിന് നൽകിയത്. കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസാണ്. സ്വപ്ന സുരേഷ്, സരിതാ നായരും പി.സി. ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്ന് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് ശബ്ദരേഖയിൽ ജോർജ് പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് തനിക്കും മുഖ്യമന്ത്രിക്കുമെതിരായ വ്യാജ കേസുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കെ.ടി. ജലീൽ പോലീസിൽ പരാതി നൽകിയത്. കന്റോൺമെന്റ് പോലീസാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വപ്നയും പി.സി. ജോർജും ചേർന്നുള്ള ഗൂഢാലോചന എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ആരോപണം. പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് സമരം ചെയ്യിച്ച് കലാപമുണ്ടാക്കാൻ, സർക്കാരിനെതിരായ സമരങ്ങളിലൂടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നത്. ഈ സരിതയും സ്വപ്നയും പി.സി. ജോർജും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയുള്ള തെളിവുകളും ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഒരു ഓഡിയോ സന്ദേശം ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ സരിതയും പി.സി. ജോർജും സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു. അതിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകുമെന്ന് സ്വപ്ന സുരേഷ് തന്നോട് പറഞ്ഞു തുടങ്ങി അടക്കമുള്ള ചില വിവരങ്ങൾ അന്ന് പി.സി. ജോർജ് ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. സരിത ഇത് വിശദമായി തന്നെ പി.സി. ജോർജ് ചോദിച്ചറിയുന്ന ഒരു ശബ്ദരേഖയാണെന്ന് പുറത്തു വന്നത്. അത് ഈ സ്വപ്ന സുരേഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പി.സി. ജോർജ് എന്നാണ് കേസ് അന്നത്തെ ആരോപണം. അതിനുള്ള ചില തെളിവുകളും ക്രൈംബ്രാഞ്ച് അന്വേഷണം കൈമാറിയിരുന്നു. സരിതാ നായരാണ് കേസിലെ ഒരു പ്രധാന സാക്ഷി. കെ.ടി. ജലീലിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ അന്ന് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഏതായാലും സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കടത്ത് ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് CPM സർക്കാരും ഒക്കെ ആ ഘട്ടത്തിൽ ആരോപിച്ചതാണ്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും അത്തരം തോന്നലുളവാക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖ പി.സി. ജോർജും സരിതാ നായരും തമ്മിലുള്ള ശബ്ദരേഖ പുറത്തു വന്നത്. അതിൽ പി.സി. ജോർജ് പറയുന്നുണ്ടായിരുന്നു, ഈ സ്വപ്നയ്ക്ക് പല കാര്യങ്ങളും അറിയാം, അവർ എന്നെ വന്ന് കണ്ടിരുന്നു, അവർ ഇനിയും പല കാര്യങ്ങളും ഉന്നയിക്കും തുടങ്ങിയ ചില വെളിപ്പെടുത്തൽ, ഗുരുതരമായ ആരോപണങ്ങൾ ആ ശബ്ദരേഖയിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ.ടി. ജലീൽ ഇത്തരം ഒരു പരാതി സർക്കാർ മുഖ്യമന്ത്രിയെയും തന്നെയൊക്കെ കൊടുക്കാൻ, അതിൽ കെ.ടി. ജലീലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു. തന്നെയും മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതിന് പിന്നിൽ ഈ പി.സി. ജോർജിന് വലിയ പങ്കുണ്ട്, സ്വപ്ന സുരേഷിനും പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്ന് പോലീസിൽ പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഈ സ്വർണ്ണക്കടത്ത് ആരോപണം. അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും പങ്കുണ്ട്, മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഏതായാലും വീണ്ടും ആ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കുന്നതാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ബന്ധപ്പെട്ട വിവരങ്ങൾ. അത്തരം കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബി.വി. അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതേറെ കേരളമേറെ ചർച്ച ചെയ്ത വിഷയമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്ത. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തി, സർക്കാരിനെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് സ്വപ്ന സുരേഷിനും പി.സി. ജോർജിനുമെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്.